വണ്ടിപ്പെരിയാറിൽ പോക്സോ കേസിൽ പ്രോസിക്യൂഷന് വൻ തിരിച്ചടി. പ്രതിയെ കോടതി വെറുതെ വിട്ടു. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയ കേസിലാണ് കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതിയുടെ വിധി. പ്രതി അർജുൻ കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിച്ചു. പ്രതിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നാണ് പ്രത്യേക കോടതി ജഡ്ജി വി മഞ്ജുവിന്റെ ഉത്തരവിൽ പറയുന്നത്. കൊലപാതകത്തിന് മുൻപ് കുട്ടി പീഡനത്തിനിരയായെന്ന വാദം കോടതി ശരിവെച്ചെങ്കിലും പ്രതിക്കെതിരെ ഇത് തെളിയിക്കാനായില്ല. 2021 ജൂൺ 30 വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിലാണ് കൊലപാതകം നടന്നത്. വിധി പ്രസ്താവത്തിന് പിന്നാലെ കോടതിയിൽ നടന്നത് നാടകീയ രംഗങ്ങൾ. കോടതി വിധിക്കെതിരെ കുട്ടിയുടെ ബന്ധുക്കൾ അതിവൈകാരിക പ്രതികരണവുമായി രംഗത്തു വന്നു. 14 വർഷം കുഞ്ഞുങ്ങളില്ലാതെ കുഞ്ഞുങ്ങളില്ലാതെ ഇരിക്കുവോ? ഇപ്പൊ എല്ലാവർക്കും കുഞ്ഞുങ്ങളുള്ളതല്ലേ? ഇതുപോലെ ചെയ്തിരുന്ന ഞാൻ എന്റെ കയ്യിൽ ചോറ് കൊടുത്തി എന്റെ കൊച്ചു ടി വി കണ്ടിരുന്ന കൊച്ചിനെ അവൻ പോയി പിടിച്ച് പീഡിപ്പിച്ച് അവൻ പൂജാമുറിയിലിട്ടാണ് കൊച്ചിനെ കற்பഴിച്ച് കൊന്ന് കെട്ടി തൂക്കിയത്. അൽമാരിക്കകത്തിന്റെ സത്യ എടുത്തോണ്ടാണ് അവനെ കെട്ടി തൂക്കിയത്. അറിയാവോ? ഞാൻ ചോറും കൊണ്ടു കൊടുത്തിട്ട് എന്റെ കുഞ്ഞിനെ ഞാൻ കൊടുത്തിട്ട് പോയത് അറിയാവോ? 14 വർഷം കുഞ്ഞുങ്ങളില്ലാതെ കിട്ടിയത് അറിയാവോ? ഇന്നോർക്ക് കുഞ്ഞുങ്ങളില്ലാതെ ഇരിക്കുവോ? ഇപ്പൊ എല്ലാവർക്കും കുഞ്ഞുങ്ങളുള്ളതല്ലേ? ഇതുപോലെ ചെയ്തിരുന്ന കേസിൽ പുനരന്വേഷണം വേണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടു. പോലീസ് നിരത്തിയത് കൃത്രിമ സാക്ഷികളെയാണെന്നാണ് വാദം. എല്ലാ തെളിവുകളും നീലഗിരി പരിശോധിച്ചാണ് കോടതി ഉത്തരവിലേക്ക് എത്തിയിരിക്കുന്നത് എന്നും വ്യക്തമാണ്. എന്തൊക്കെയാണ് നമുക്ക് അനുകൂലമായിട്ട് വന്നത്? അനുകൂലമായല്ല, ഇവര് ഫിക്സ് കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കും, അനുകൂലമാവില്ല സുഹൃത്തെ. പോലീസ് ഇപ്പോൾ മുഴുവൻ തെളിവുകളും കൃത്യമായിട്ട് ഉണ്ടാക്കിയതാണ് പറയുന്നത്. തീർച്ചയായും 100%. എന്ത് തെളിവാണ് പോലീസിൻ്റെ ഉള്ളത്? എന്ത് തെളിവാണ് പോലീസിൻ്റെ ഉള്ളത്? അവൻ ഡിവൈഎഫ്ഐ നേതാവാണെന്നോ? അതാണോ തെളിവ്? അതായിരുന്നോ തെളിവ്? അതായിരുന്നല്ലോ പോലീസിന്റെ മെയിൻ ക്യാച്ച് വേർഡ് ഈ കേസിൽ മെയിനായിട്ട്. പിന്നെ പോലീസ് പറഞ്ഞു എന്തോ ശാസ്ത്രീയ തെളിവുകളുണ്ട്. യാതൊരുവിധ പ്രോപ്പറായിട്ടുള്ള കോടതി അപ്രീഷിയേറ്റ് ചെയ്യുന്ന യാതൊരു ശാസ്ത്രീയ തെളിവുകളും കളക്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഈ കേസിൽ റീഇൻവെസ്റ്റിഗേഷൻ ഡിമാൻഡ് ചെയ്യാണ്. യഥാർത്ഥ പ്രതി എവിടെ പോയി? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണമല്ലോ. ഞങ്ങളിതിൽ റീഇൻവെസ്റ്റിഗേഷൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. അത് തീർച്ചയായും ഞങ്ങൾ അവസാനം ഈ കോടതിയിൽ വാദം പറഞ്ഞു വെച്ചത് തന്നെ റീഇൻവെസ്റ്റിഗേഷൻ ഡിമാൻഡ് ചെയ്തുകൊണ്ടാണ്. വലിയ നാടകീയ രംഗങ്ങൾക്കാണ് കോടതി വിധിക്ക് ശേഷം കോടതിയും പരിസരവും സാക്ഷ്യം വഹിച്ചത്. തങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്നാണ് പെൺകുട്ടിയുടെ കുടുംബം പറയുന്നത്. അച്ഛന്റെ പ്രതികരണത്തിലേക്ക്. ഒരു പെൺകൊച്ചിനെ കൊന്ന് കൊല വിളിച്ചവനെ വെറുതെ വിട്ട് കോടതി ഇതാണോ ചെയ്യുന്നത്? ആ ജഡ്ജ് ഒരു പെണ്ണല്ലേ? ഇങ്ങനെയാണ് ചെയ്യുന്നത്? ചാനലുകാരൊക്കെ വന്നേക്കുന്നു. മറ്റേ സംഭവത്തിനല്ലേ പറഞ്ഞേ? എന്നത്തെ ചാനൽ നീ എടുക്കുന്നത്? എന്തിനാ നിങ്ങൾ എടുക്കുന്നത്? ചാനൽ